ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നേരെ രൂക്ഷമായ വിമർശനം ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം ഒരു തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. എല്ലാം കച്ചവടക്കണ്ണോടെ കണ്ടാൽ പാർട്ടി തകരുമെന്ന രീതിയിലുള്ള വിമർശനവും യോഗത്തിൽ ഉയർന്നു വന്നു. തൃശൂരിലെ നേതൃയോഗത്തിൽ നിന്ന് മുൻ അധ്യക്ഷന്മാരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും മാറ്റി നിർത്തിയതും കടുത്ത വിമർശനത്തിന് കാരണമായി. കൃഷ്ണകുമാറിനെയും സുധീറിനെയും മാറ്റി നിർത്തുന്നതായും പരാതി ഉയർന്നിരുന്നു. വി മുരളീധരൻ പക്ഷമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കൂടുതലായും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയത്. അതേസമയം നേതൃയോഗത്തിൽ ക്ഷണിച്ചില്ലെന്ന വാർത്ത കെ സുരേന്ദ്രൻ നിഷേധിച്ചിട്ടുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗമായിരുന്നു തൃശൂരിൽ നടന്നത്. യോഗത്തിൽ മുൻ അധ്യക്ഷന്മാരായ പി.കെ. കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും ക്ഷണമുണ്ടായിരുന്നു. ഇരുവരും വേദിയിൽ ഇരിക്കുകയും വിവിധ സെഷനുകളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യുന്ന യോഗത്തിലേക്ക് മുതിർന്ന നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് നേതാക്കൾ തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നത മൂലമാണെന്നാണ് സൂചനകൾ. കെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഗ്രൂപ്പിലുള്ള നേതാക്കളോടും ഇതേ സമീപനമാണെന്നും പരാതിയുണ്ട്. മാത്രമല്ല, സംസ്ഥാന നേതൃയോഗത്തെ വെറും ഗ്രൂപ്പ് യോഗമാക്കിയെന്ന് മുരളീധരൻ വിഭാഗം ആരോപിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായ ശേഷം പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന് മുന്തിയ പരിഗണന നൽകുന്നു എന്നൊരു ആരോപണവും ഉണ്ട്. പറ്റിയ വീഴ്ചകൾ കോർ കമ്മിറ്റിയിൽ സമ്മതിച്ച രാജീവ് ചന്ദ്രശേഖർ ഇനി ഒരു യോഗത്തിലും ഇത്തരമൊരു പരാതിക്ക് ഇടവരുത്തില്ലെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ല, എല്ലാത്തിനെയും കച്ചവട കണ്ണുകൊണ്ട് കാണുന്നത് ഈ പാർട്ടിയെ തകർക്കും. ഹിന്ദുത്വയാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയമെന്ന് മറക്കരുതെന്നും മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോർ കമ്മിറ്റിയിൽ പറഞ്ഞു. സംസ്ഥാന നേതൃയോഗത്തിൽ ചില മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ മാത്രം വിളിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് സി കൃഷ്ണകുമാറും ചോദിച്ചു. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ വിളിക്കുന്നതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം. ചിലരെ മാത്രം ഒഴിവാക്കുന്നത് പാർട്ടി പ്രവർത്തകർക്ക് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇപ്പോൾ നടക്കുന്നത് പാർട്ടിയുടെ സിസ്റ്റത്തിനെതിരെയുള്ള കാര്യങ്ങളാണെന്നും ഇപ്പോൾ പല യോഗങ്ങളും അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണെന്നും നേതാക്കൾ പറഞ്ഞു. പ്രസിഡന്റിനേക്കാൾ വലിയ സൂപ്പർ പ്രസിഡന്റായി എം.ടി. രമേശ് മാറുന്നുവെന്ന് പി. സുധീർ ആരോപിച്ചു. അമിത്ഷാ തിരുവനന്തപുരത്ത് വരുന്ന കാര്യം എം.ടി. രമേശ് നേതൃയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്ന് സുധീർ പറയുന്നു. ഗ്രൂപ്പില്ലെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ പി.കെ. കൃഷ്ണദാസ് വിഭാഗത്തിന്റെ നേതാവായി മാറി. പാർട്ടി കിച്ചൺ ക്യാബിനറ്റായി മാറി. ജില്ലാ പ്രസിഡന്റുമാരെ സംസ്ഥാന പ്രസിഡന്റ് പരിഗണിക്കുന്നില്ലെന്നും ആരോപണമുണ്ടായി. 14 ജില്ലാ ഇൻചാർജുമാരിൽ 12 പേരും പി.കെ. കൃഷ്ണദാസ് വിഭാഗത്തിലുള്ളവരാണെന്നും ഇവരെ പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായാണെന്നും രാജീവ് ചന്ദ്രശേഖരനെതിരെ വിമർശനമുണ്ടായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെ സുരേന്ദ്രൻ കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. ബി.ജെ.പിക്ക് കിട്ടേണ്ടിയിരുന്ന ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ എൽ.ഡി.എഫിലേക്ക് പോയി. ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉയർത്തുന്നതിൽ പരാജയപ്പെട്ടു. ക്രിസ്ത്യൻ നേതാക്കളെ കളത്തിലിറക്കിയ തന്ത്രം പാളിപ്പോയെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. എന്നാൽ പാർട്ടിക്കാര്യം പുറത്തു പറഞ്ഞത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി.കെ. കൃഷ്ണദാസ് വിഭാഗം അധ്യക്ഷനെ സംരക്ഷിച്ചത്. മീറ്റിംഗിൽ പ്രധാന നേതാക്കൾ ഇല്ലാത്ത വാർത്ത പുറത്തുപോയത് യോഗത്തിൽ പങ്കെടുത്തവരിൽ നിന്നാണെന്ന് മുരളീധര പക്ഷം ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരെ മാത്രമാണ് യോഗത്തിലേക്ക് വിളിച്ചത്. വി മുരളീധരനും കെ സുരേന്ദ്രനും വലിയ ജോലികൾ വേറെ ഉണ്ടെന്നും എല്ലാ മീറ്റിംഗിലും എല്ലാവരും പങ്കെടുക്കേണ്ട കാര്യമില്ലെന്നും രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് നേതൃത്വത്തിലേക്ക് എത്തിയ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി.ജെ.പിയിൽ വിമത സ്വരങ്ങൾ ഉയർന്നതിന്റെ സൂചനയാണ് തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗം നൽകുന്നത്. കോർപ്പറേറ്റ് രീതിയിൽ ഇന്റർവ്യൂ നടത്തി മോർച്ച ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ പോലും മികച്ച രീതിയിൽ പ്രവർത്തിച്ചവരെ ഒഴിവാക്കിയതാണ് നേതാക്കളുടെ ഇത്തരം വിമർശനത്തിന് കാരണമായത്. ബി.ജെ.പിയിൽ തർക്കങ്ങൾ ഇല്ല എന്നൊക്കെയാണ് ഒരിക്കൽ പറഞ്ഞു കേട്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് അധികാരം കിട്ടുമ്പോഴാണ്. കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷനിൽ ജയിച്ച് ഒരു MP ഉണ്ട്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി അക്കൗണ്ട് തുറക്കും എന്നത് ഉറപ്പിച്ചിട്ടുണ്ട്. അതോടെ ഗ്രൂപ്പിസവും തർക്കവുമെല്ലാം മറകൾ നീക്കി പുറത്തു വരും. ഇന്നേ വരെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ് ഈ കാര്യം.